ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇന്ന് ഒരുപാട് യുവാക്കൾ മരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് അവർക്ക് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് രക്ഷപ്പെട്ട് ആ ഒരു ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞവർ ചിന്തിക്കും, ഇത് മുൻകൂട്ടി ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വന്ന് മരിച്ചവർ പിന്നെ അവരെ പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ വീട്ടുകാരായിക്കോട്ടെ വിചാരിക്കുന്നു, ഇതൊന്ന് മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കിതിനെ ജീവിതശൈലിയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിർത്തായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ജീവിതകാലം മുഴുവനും, അതിപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്താൽ പോലും ജീവിതകാലം മുഴുവനും മെഡിസിൻ എടുത്ത് ഒരു രോഗിയായി ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമുക്കിത് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇത് വരാതെ നോക്കാനും ജീവിതകാലം മുഴുവനും ഇങ്ങനെ മെഡിസിൻ എടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ബ്ലോക്കും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കും നമ്മുടെ ശരീരത്തിൽ, അതേപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, ഏതൊക്കെ രോഗങ്ങളാണ് ഭാവിയിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത്, ഏതൊക്കെ രോഗങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുത്ത് മുന്നോട്ട് പോവേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്താണ്, ഹാർട്ട് ബ്ലോക്ക് എന്താണ് ഇത് നോക്കാം. പലർക്കും ഹാർട്ട് ബ്ലോക്ക് എന്താണെന്നോ ഹാർട്ട് അറ്റാക്ക് എന്താണെന്നോ വേർതിരിച്ചറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് ഹാർട്ട് ബ്ലോക്ക് എന്നുള്ളത് പറയാം. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ കയ്യിന്, കാലിന്, ബ്രെയിനിന്, തലച്ചോറിന്, കിഡ്നിക്ക് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേണം അല്ലേ. അപ്പോൾ ഈ ഒരു ഓക്സിജൻ അവിടേക്ക് എത്തുന്നത് രക്തം വഴിയാണ്. അപ്പോൾ ഈ ഒരു രക്തം അവിടേക്ക് എത്തുന്നത് നമ്മുടെ ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓക്സിജൻ ഈ ഒരു ബ്ലഡ് എത്തിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് ജോലി ചെയ്യാതെ വരും, ഹാർട്ടിന് അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാതെ വരും. ഈ ഒരു അവസ്ഥയ്ക്കാണ്, അതായത് ഹാർട്ടിൻ്റെ മസിൽസ് നശിച്ചിട്ട് ഹാർട്ടിൻ്റെ മസിൽസ് ഡെഡ് ആവുന്ന അവസ്ഥ, കോശങ്ങൾ നശിക്കും, ഹാർട്ടിലേക്ക് അമിതമായിട്ട് രക്തം വന്ന് തട്ടിയിട്ട് ചിലപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസ് ഡാമേജ് ആവും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന് അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയ്ക്കാണ്, ആ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് പെയിൻ വരും, ലെഫ്റ്റ് കയ്യിന് വേദന വരും, അങ്ങനെ ബോധം പോവും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. ഓക്കെ, പിന്നെ എന്താണ് ഹാർട്ട് ബ്ലോക്ക്? ഈ ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ബ്ലഡാണ്. ഈ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്ത് എത്തിക്കുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ജോലിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിന് പമ്പ് ചെയ്യണം അല്ലേ, മറ്റ് അവയവങ്ങളെ പോലെ തന്നെ ഹാർട്ടിൻ്റെ ജോലിയാണ് ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ജോലി ഹാർട്ടിന് ചെയ്യണം എന്നുണ്ടെങ്കിലും ഹാർട്ടിനും ബ്ലഡും ഓക്സിജനും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഹാർട്ട് തന്നെ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഹാർട്ടിലേക്കും രക്തക്കുഴൽ വഴി എത്തുന്നുണ്ട് ഓക്സിജനുമായിട്ട് ഹാർട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാർട്ടിലേക്ക് ഇങ്ങനെ രക്തം എത്തിക്കുന്ന, ഹാർട്ടിന് ഇങ്ങനെ രക്തം എത്തിക്കുന്ന, ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറി. ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കൊറോണറി ആർട്ടറിക്ക് അടവ് സംഭവിക്കും അല്ലെങ്കിൽ ബ്ലോക്ക് സംഭവിക്കും. ഇത് ചിലപ്പോൾ കൊളസ്ട്രോൾ വന്നടഞ്ഞതാവാം, അല്ലെങ്കിൽ നമ്മൾ പുകയിലേക്ക്, അതായത് സ്മോക്ക് ചെയ്യുന്ന, പുക വലിക്കുന്ന ആൾക്കാർക്ക് പുകയിലയുടെ കറയൊക്കെ വന്നിട്ട് രക്തക്കുഴലിൽ അടിയുന്നതാവാം, അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ചിട്ട് രക്തക്കുഴലിൽ വന്ന് അടിയുന്നതാവാം. ഇങ്ങനെ പല കാരണങ്ങളായിരിക്കാം ഈ ഒരു ബ്ലോക്കിനുള്ളത്.
അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചാകുമ്പോൾ നമ്മൾ അതിനൊരു 30% എന്ന് പറയും, അതിലും കൂടുമ്പോൾ 40 എന്ന് പറയും, 60, 50, 70, 80, 90, 100 ഇങ്ങനെ പല പേഴ്സൻറ്റേജ് ഉണ്ട് ഈ ഒരു ബ്ലോക്കിന്. അത് എത്രത്തോളം ബ്ലോക്കായി എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 100% ബ്ലോക്ക് ആവുമ്പോൾ ഇത് ഹാർട്ടിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഓക്സിജൻ എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നശിച്ച് ഹാർട്ടിന് അതിൻ്റെ പ്രവർത്തനം ചെയ്യാൻ പറ്റാതാവും. അപ്പോഴാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹാർട്ടിൻ്റെ ഏതെങ്കിലും മെയിൻ ഏരിയയ്ക്ക് പോകുന്ന കൊറോണറി ആർട്ടറി ആണെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്ന് ആൾക്ക് ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിതപ്പ്. എന്ത് ജോലി ചെയ്യുമ്പോഴും കിതപ്പ് ഫീൽ ചെയ്യുക. ഒരു 2 അടി നടക്കുമ്പോഴോ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴോ ചെറിയൊരു ജോലി ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് കിതപ്പ് ഫീൽ ചെയ്യുന്നു. പിന്നെ കിടക്കണം എന്നുള്ള ഫീല്, ഉന്മേഷക്കുറവ്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ അവസാനിക്കുന്നത് വരെ ഉന്മേഷക്കുറവ്. അതേപോലെ ശ്വാസതടസ്സം ഫീൽ ചെയ്യുക, കുറച്ച് നേരം നിർത്താതെ സംസാരിച്ചാൽ വരെ ശ്വാസതടസ്സം ഫീൽ ചെയ്യുന്നു. പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അതേപോലെ തന്നെ ക്ഷീണം, അമിതമായ ക്ഷീണം, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ, എപ്പോഴും ഉറങ്ങണം, എന്നാൽ കിടന്നാൽ കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ ആവശ്യമില്ലാതെ മനസ്സിൽ ഉത്കണ്ഠ ഫീൽ ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും ഉത്കണ്ഠ വരുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുക, പെട്ടെന്ന്, മുന്നേ ഒന്നും ദേഷ്യമില്ലാത്ത ആളാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉള്ളൊരവസ്ഥ. പിന്നെ മറ്റൊന്നാണ് നെഞ്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്, സ്പെഷ്യലി ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചെറിയ വേദന. പലപ്പോഴും നമ്മളത് ഗ്യാസിൻ്റെ വേദനയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് അത് എന്താണെന്ന് മുൻകൂട്ടി തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒന്നാണ് ഈ ഒരു ഇടതേ കൈയിന് ഒരു കഴപ്പ്, ഒരു ഡിസ്കംഫേർട്ട്, ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വരിക. അതും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അത് കൈവേദനയല്ലേ, സാരമില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് കൂടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്നാണ് കഴുത്തിന് വേദന, അത് ഈ ഭാഗത്തായിട്ട് വേദന ഫീൽ ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ കഴുത്ത് വേദനയല്ലേ, സാരമില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നവരാണ് പലരും. പിന്നെ മറ്റൊന്നാണ് പല്ല് വേദന പോലെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു താടിക്ക് വേദന വരിക. അതും കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നത് അത്യാവശ്യമാണ്. പിന്നെ ചിലരൊക്കെ പറയും തൊണ്ട അടഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചെസ്റ്റ് അടഞ്ഞിരിക്കുന്ന പോലെ, ഏത് നേരം ഗ്യാസ് വന്ന് കെട്ടി നിൽക്കുകയാണ് തൊണ്ടയിൽ, നെഞ്ചിൽ നിന്നൊക്കെ. ചിലപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് രേമ്പക്കം വരാം, പുളിച്ചുതേട്ടൽ വരാം, ഛർദ്ദിക്കുന്ന പോലൊരു ഫീല് വരാം. ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചിലപ്പോൾ ഇവർക്ക് വിയർക്കുന്ന പോലൊരവസ്ഥ വരാം. എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ തളർച്ചയും കൂടുതലായിട്ട് വിയർക്കുന്ന അവസ്ഥ വരാറുണ്ട്. ഇതെല്ലാം ഹാർട്ട് ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ പെട്ടെന്ന് BP കൂടുന്നൊരവസ്ഥ, പെട്ടെന്ന് BP കുറയുന്നൊരവസ്ഥ. നമ്മുടെ ശരീരം ചിലപ്പോഴൊക്കെ പെട്ടെന്ന് തണുത്ത് വിയർത്തിരിക്കുന്നൊരവസ്ഥ ഫീൽ ചെയ്യും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അത് മാറുകയും ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നെഞ്ചുവേദനയൊക്കെ ഇടയ്ക്ക് വരുന്നു, പക്ഷെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്താൽ ഈ വേദന കുറയുകയും ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹാർട്ട് ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്നാൽ അറ്റാക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പുക വലിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പുകയിലയുടെ അംശങ്ങൾ രക്തത്തിലൂടെ കറയായിട്ടൊക്കെ പോയിട്ട് ഈ രക്തക്കൊഴലിൻ്റെ ചുറ്റും ഒട്ടിപ്പിടിച്ചിട്ട് രക്തത്തിന് കൃത്യമായിട്ട് ആ ഭാഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. ഇത് കൊറോണറി ആർട്ടറിയിലാണ് എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നാണ്, നിങ്ങൾക്ക് BP കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത്
BP ഉണ്ടാവുമ്പോൾ അമിത വേഗതയിൽ രക്തം ഈ രക്തക്കുഴലിനകത്തു കൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് രക്തക്കുഴലിൻ്റെ ഭിത്തിയെ നശിപ്പിക്കാനും ഈ ഭിത്തിയിൽ വന്ന് പിന്നെ രക്തത്തിൻ്റെ പല അംശങ്ങളും അതേപോലെ രക്തം കട്ട പിടിച്ച അംശങ്ങളൊക്കെ ചെന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ അമിത വേഗതയിൽ രക്തം ഇങ്ങനെ സഞ്ചരിച്ച് ഹാർട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാർട്ടിന് പെട്ടെന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും ഹാർട്ടിന് അത് ഓവർലോഡ് ആവുന്ന അവസ്ഥയും ഹാർട്ടിന് കൃത്യമായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വേറൊന്നാണ് അമിതവണ്ണമുള്ളവർക്ക് ഇതേപോലെ രക്തത്തിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോള് അല്ലെങ്കിൽ കൊഴുപ്പ് ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലിൽ പോയിട്ട് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊന്നാണ് പ്രമേഹ രോഗികളിൽ ഈ ഒരു പ്രമേഹം കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് ഈ ഒരു രക്തക്കുഴലിൽ പോയിട്ട് പറ്റിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അവർക്കും ഹാർട്ട് അറ്റാക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൊളസ്ട്രോള്, പ്രമേഹം, അമിതവണ്ണം, പുകവലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെയാണ് ഈ ഒരു ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, വേണ്ട ഡയറ്റ് എടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പലരും ചെയ്യാറ് ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, എന്നിട്ടത് 200-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോളിൻ്റെ മുഴുവനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ്, LDL, VDL ഇങ്ങനെയുള്ള എല്ലാ ഇതും കിട്ടും. നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഇവയൊക്കെ കിട്ടും. അപ്പോൾ ഇവ കൂടുതലുണ്ടെങ്കിലും അതും നിങ്ങൾ ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇത് അത്യാവശ്യമാണ്. അതേപോലെ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രമേഹം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ന് ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നാളെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം കുറച്ചേ കാണിക്കുള്ളൂ. എന്നാൽ നിങ്ങളൊരു 3 മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് HbA1c. ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു 8-ൽ കൂടിയാലും നിങ്ങളുടെ പ്രമേഹം തീരെ കൺട്രോൾഡ് അല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിലും ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് പിന്നെ കൊഴുപ്പായിട്ട് രക്തക്കുഴലിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രമേഹം ഉണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക ഡയറ്റിലൂടെ. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത്, നിങ്ങൾ അമിതവണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക, ആവശ്യത്തിന് ഡയറ്റ് എടുത്ത് വ്യായാമം ചെയ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ BP, പ്രഷർ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ BPക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡയറ്റും എടുത്ത് BPനെ കൺട്രോൾ ചെയ്ത് നോർമലാക്കി നിർത്തുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് അമിതമായിട്ട് കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങൾ, ഇറച്ചി മീനൊക്കെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വറുത്ത് കോരി കഴിക്കാതെ എപ്പോഴും കറി വെച്ച് കഴിക്കുക. റെഡ് മീറ്റ് മാക്സിമം ഒഴിവാക്കുക. ഒരു മുട്ട മാത്രം ഡെയിലി കഴിക്കുക, 1-ൽ കൂടുതൽ മുട്ട കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് തവിടുള്ള അരി മാത്രം ഉപയോഗിക്കുക. അമിതമായിട്ട് മധുരം കഴിക്കുന്നവരാണെങ്കിൽ, കൊഴുപ്പ് കഴിക്കുന്നവരാണെങ്കിൽ, എണ്ണ കലർന്ന ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. കോള പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ മുൻകൂട്ടി നിങ്ങൾക്കിങ്ങനെ ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്, ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നിങ്ങൾ ധാരാളം പഴങ്ങൾ കഴിക്കുക, പച്ചക്കറി കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ ആവശ്യത്തിന് വ്യായാമം ചെയ്യുക. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ സാലഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. സാലഡിൽ കുറച്ച് ഒലിവ് ഓയിൽ, ഒരു ചെറിയ സ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഈ ഒരു കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ അമിതമായിട്ട് മാനസിക സമ്മർദ്ദമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഹാർട്ട് ബ്ലോക്കൊക്കെ വരും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്, പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം. ഈ കൈ ഇങ്ങനെ പിടിച്ച്
ഇവിടെ ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി ഒരു 10 മിനിറ്റ് രാവിലെയും രാത്രിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഹാർട്ട് ബ്ലോക്ക് വരാതിരിക്കാനും ഇതേപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും, ഇതുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു അമിതമായിട്ടുള്ള കൊളസ്ട്രോളൊക്കെ പോയിട്ട് രക്തക്കുഴലുകളിൽ പോയി പറ്റിപ്പിടിച്ച് രക്ത ഓട്ടത്തെ ബാധിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇതുപോലെ പ്രമേഹം, കൊളസ്ട്രോള്, BP പോലുള്ള ജീവിതശൈലി രോഗങ്ങളും അതുമായിട്ടുള്ള ചികിത്സയും സംശയങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ ഡോക്ടർ ടിനോയ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.